ആ ജിഹാദ് നടത്തി അതിൽ ചത്താലും കൊന്നാലും അല്ലാഹു ഹൂറികളെ കൊടുക്കും അവിടെ ചെല്ലും. അപ്പൊ ഇവനൊക്കെ ഇവിടെ ഇതും കിട്ടും അവിടെ അതും കിട്ടും എന്നും പറഞ്ഞാ ചെയ്യുന്നത്. അതാണല്ലോ ഈ പൊട്ടിത്തെറിച്ച് ചാകാൻ തന്നെ നടക്കുന്നത്. ഈ ഖുറാനിന്റെ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് ഖുറാൻ അതിനകത്ത് മൂടി വെച്ചിട്ടൊന്നുമില്ല. ഇവിടെ പ്രണയമാണ്, പ്രണയത്തിന് ജാതിയില്ല, മതമില്ല. സാറിന് ഒരു ബുക്ക് എഴുതിയില്ലായിരുന്നോ ഖുറാനുമായിട്ട്? ഖുറാന്റെ ഒരു ബുക്ക് ലവ് ജിഹാദിന്റെ ഖുറാൻ. അതിന്റെ ഒരു ഇന്നലെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് നമ്മൾ ഉസ്ബെക്കിസ്ഥാനില് സാവരിയ എന്ന് പറഞ്ഞൊരു കുട്ടി. അതെ, എന്താ പറഞ്ഞുതരാം. സവേരിയ ബസന്ത്, മറ്റവന്റെ പേര് ഞാൻ മറന്നു. സാദറുല്ലാലും അനം. ഈ ഖുറാനിന്റെ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് ഖുറാൻ അതിനകത്ത് മൂടി വെച്ചിട്ടൊന്നുമില്ല. വളരെ പ്ലെയിൻ ടെക്സ്റ്റാണ്. അതെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം അമുസ്ലിം വിവാഹം ഹറാമാണ്, ചെയ്യാൻ പാടില്ല. എന്നിട്ടൊരു വാചകം പറയും, ഒരു അമുസ്ലിമിനെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്താണ് ഒരു അടിമ, മുസ്ലിമായ ഒരു അടിമയെ വിവാഹം കഴിക്കുന്നത്. അന്ന് അവിടെ അടിമത്വം ഉണ്ടായിരുന്നു. അപ്പൊ മുസ്ലിം അടിമകളുണ്ടായിരുന്നു. അപ്പൊ ഒരു അടിമയെ വിവാഹം ചെയ്താൽ പോലും ഒരു ഉടമയായിട്ടുള്ള ഒരു അമുസ്ലിമിനെ വിവാഹം ചെയ്യാൻ പാടില്ല. ഇതാണ് നിയമം. ഇനി അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ എന്താ മാർഗം? അതിന് മാർഗമുണ്ട്. അമുസ്ലിമിനെ മുസ്ലിമാക്കിയിട്ട് വിവാഹം ചെയ്യണം, മതപരിവർത്തനം നടത്താം. അതെ, ഇതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുക. ഇവിടെ പ്രണയമാണ്, പ്രണയത്തിന് ജാതിയില്ല, മതമില്ല, പ്രായമില്ല എന്നൊക്കെ ചില മധ്യവയസ്കകൾ വന്ന് ടി വിയിൽ ഇരുന്ന് പറയുമല്ലോ. ഇതൊക്കെ വല്ല ചെറുപ്പക്കാരി പിള്ളേര് പറയണമെങ്കിൽ അത് കഴിയാം. ഈ മറ്റേ എക്സ്പയറി ഡേറ്റ് അടുത്തിരിക്കുന്ന കക്ഷികൾ വന്നിട്ട് പ്രണയത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് മേക്കപ്പും ചെയ്തിരുന്ന് പറയുന്നത് കേൾക്കാം. എനിക്ക് അവരോട് ചോദിക്കേണ്ട ചോദ്യം, പ്രണയത്തിൽ എവിടെയാണ് മതപരിവർത്തനം? അല്ല, ഇവര് പറയുന്നതാണ് പ്രണയം എന്നുണ്ടെങ്കിൽ മതപരിവർത്തനം ആവശ്യമില്ല. പിന്നെ ഇവര് പറയുന്ന ഈ കാര്യം ഇവർക്ക് മുമ്പ് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ചങ്ങമ്പുഴ എന്നാണ്. പണവും പ്രതാപവും മുറ്റിടത്തും പണവും പ്രതാപവും അറ്റിടത്തും പ്രണയം മുളച്ചുകൂടായികയില്ല എന്ന് ചങ്ങമ്പുഴ പറഞ്ഞു വച്ചിട്ടുണ്ട്. പണവും പ്രതാപവും ഉള്ളിടത്തും ഇതില്ലാത്തിടത്തും പ്രണയമാകാം. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ചങ്ങമ്പുഴ, ഈ പ്രണയം തുടങ്ങുന്നത് രമണനില്ല. ആരും പറയാത്തൊരു കാര്യമാണ്, അത് ശ്രദ്ധിക്കാറില്ല. ഇത് ചോരയിലെ അവസാനിക്കൂ എന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു എന്ന് രമണൻ പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ്. അപ്പോഴും ഇത് ഈ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. പക്ഷെ എന്നാലും പ്രണയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ അതിന് അവൻ മരിക്കേണ്ടിയും വരുമെന്നുള്ളതാണ് അതിന്റെ പ്രതാപത്തിന്റെ. ഇവിടെ നിങ്ങൾ ഈ പറയുന്ന ഈ ജാതിക്കതീതം, മതത്തിനതീതം, ബാക്കി എല്ലാ സർവഭേദങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പ്രണയം ഉണ്ടെങ്കിൽ എന്തിനാണ് മതപരിവർത്തനം? അതിന്റെ ആവശ്യമില്ല ശരിക്കും. പക്ഷെ അവർക്കത് അനിവാര്യമാണ്. അല്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ ഇതിന്റെ ഘട്ടം എന്താണെന്ന് അറിയാമോ? ഒരു അമുസ്ലിമിനെ മുസ്ലിം ആക്കുന്നത് ജിഹാദാണ്. ആ ജിഹാദ് നടത്തി അതിൽ ചത്താലും കൊന്നാലും അല്ലാഹു ഹൂറികളെ കൊടുക്കും അവിടെ ചെല്ലും. 72 ഹൂറികളെ കൊടുക്കും. അപ്പൊ ഇവനൊക്കെ ഇവിടെ ഇതും കിട്ടും അവിടെ അതും കിട്ടും എന്നും പറഞ്ഞാ ചെയ്യുന്നത്. അതാണല്ലോ ഈ പൊട്ടിത്തെറിച്ച് ചാകാൻ തന്നെ നടക്കുന്നത്. അതെ, അവിടെ പോയി കഴിഞ്ഞാലും ഇത്രയും പേരെ കൊന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അല്ലാഹു അവിടെ ചെല്ലുന്നത് കൊടുക്കും. ഇതുവരെ ഒരുത്തനും ഇത് കണ്ടിട്ടില്ലേ? ഇല്ല. ഈ മദ്രസകളിൽ തന്നെ ഇവര് അമുസ്ലിങ്ങളെ കാഫിർ എന്ന് വിളിക്കണമെന്നൊക്കെ. അല്ലെ, കാഫിർ എന്നാ വിളിക്കുന്നത്. മാത്രമല്ല, ഈ അമുസ്ലിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഹലാലായ ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ, അതുകൊണ്ട് അമുസ്ലിങ്ങൾ വരുന്ന ഭക്ഷണം കഴിക്കരുതെന്ന്. ഈ എറണാകുളത്തൊക്കെ പണ്ടതുണ്ടായിരുന്നില്ല. ഞാനിവിടെയൊക്കെ ജീവിച്ച ഒരാളല്ലേ. ഇപ്പൊ അതും ഇവിടെയും വന്നു തുടങ്ങിയത്. കാരണം എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഒരു സ്നേഹിതന് ഞാനാണ് പോയി പെണ്ണ് കണ്ടത്. ഞാനും അവൻ്റെ ഉമ്മയും. അവൻ ഗൾഫിലായിരുന്നു, ഉമ്മർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ എന്നെയാണ് ഈ പെൺകുട്ടിക്ക് സൗന്ദര്യം ഉണ്ടോ എന്നുള്ള കാര്യം നിശ്ചയിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. അപ്പൊ അവനും അവൻ്റെ ഉമ്മ ഞാനും ഉമ്മയെന്നാ വിളിക്കുന്നത്. ഞാനും ഉമ്മയും കൂടി പോവുകയാണ്. ഞങ്ങളെന്നാ അവിടെ നിന്നൊരു വണ്ടിക്ക് ബോട്ടിന് എറണാകുളത്ത് വന്ന് ഇറങ്ങിയിട്ട് ഒരു ചെറിയ കടയിൽ നിന്ന് സ്വർണ്ണക്കടയിൽ കയറി ഒരു വള മേടിച്ച്. പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉമ്മ വള ഇട്ട് കൊടുക്കണം. അപ്പൊ ഈ വളയം മേടിച്ച് ഞങ്ങൾ കലൂര് പോയി. ബീവി എന്നാണ് അവളെ വിളിക്കുന്നത്. ബീവിയുടെ വീട്ടിൽ പോയി. അപ്പൊ ബീവിയെ കണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ്,
എടാ നീ അവളെ ശരിക്കും നോക്കിക്കോട്ടെ, എന്നിട്ട് അവൻ ചോദിച്ചേക്കണ ആ കത്തിൽ എല്ലാം എഴുതിയേക്കണം വിസ്തരിച്ച് സൗന്ദര്യത്തിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞത് കൊള്ളാം, നല്ലതാണ്, അങ്ങനെയാണ്. അവൻ കണ്ടിട്ടില്ല, അത്ര വിശ്വാസമുണ്ട്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി. അവൻ കണ്ടിട്ടില്ല വിവാഹം ഉറപ്പിച്ച്. അന്ന് ഇന്നത്തെ രീതിയിലൊന്നും ഇതൊന്നും ഇല്ലല്ലോ. അന്ന് കത്തുള്ളു. കത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. ഇത് നമ്മൾ ഇവിടെ നിന്ന് എഴുതിയിട്ട് ഇത് കൊടുക്കണം. അപ്പൊ എന്ന് വെച്ചാൽ ഒരുത്തൻ പോകുമ്പോഴാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഭയങ്കര കാശാണ് ഒരു കത്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ. അപ്പൊ അങ്ങനെ അപ്പൊ പറയാം, അപ്പൊ വേറൊരു ഉമ്മറുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള. അപ്പൊ അവൻ എഴുതിയ കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഉമ്മർ വരും, അവന്റെ അടുത്ത് കൊടുത്താൽ, അവനും നമ്മുടെ സുഹൃത്താണ്, കൊടുത്തു വിട്ടാൽ മതി. അങ്ങനെ കൊടുത്തു വിട്ടിട്ടാണ് കല്യാണം നടക്കുന്നത്. അത്ര അടുപ്പമുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ പരസ്പരം ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആഹാരം കഴിച്ച കാരണം ഇതിൽ ആരാണ് ഹറാം ആരാണ് ഹലാൽ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ എറണാകുളത്ത് അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ എറണാകുളത്ത് ഈ പർദ്ദ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചത് ഒരു മുസ്ലിം സ്കൂളിലാണ്. പരമാവധി വന്നു കഴിഞ്ഞാൽ ഒരു തട്ടം ഇട്ടേക്കും. തട്ടം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ചെറിയ തുണിക്കഷ്ണം ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ 2 സ്ലൈഡും കുത്തി വെച്ചിട്ടുണ്ട്. തട്ടം ഞങ്ങളും പഠിക്കുമ്പോ പിള്ളേരിട്ടോണ്ട്. അല്ല, ആകെ ഉള്ളത് ഈ തട്ടുമായിരുന്നു. അത് മിക്കവാറും പെമ്പിള്ളേര് ഇടാറില്ല. ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന പിന്നെ ഒരു കാര്യം, ആ സ്കൂളിലൊക്കെ വലിയ ഇതുണ്ടായിരുന്നു കേട്ടാ. ഈ സ്കൂളിലെ മാനേജറിന്റെ മകളും ഞാനും ക്ലാസ്മേറ്റ്സ് ആണ്. അവൾ അമേരിക്കയിലാണ്, തക്കിയ. ഇടക്ക് വല്ലപ്പോഴൊക്കെ വിളിക്കും എന്റെ പേരൊക്കെ എവിടെയെങ്കിലും കാണുമ്പോ. അവൾ അന്നൊക്കെല്ലേക്ക്. അപ്പോ ഒരു കാര്യം, എനിക്ക് കിട്ടിയതിൽ കവിഞ്ഞ ഒരു പരിഗണനയും ആ സ്കൂളിൽ അവൾക്ക് കിട്ടിയിരുന്നില്ല. ഞാനൊരു ബെസ്റ്റ് സ്റ്റുഡൻ്റ് ഒക്കെ ആയിരുന്നു. ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നതാണ്. കോളേജിൽ പോയപ്പോഴല്ലേ പഠനം പോയത്. സ്കൂളിലൊക്കെ വെച്ച് ഞാൻ വലിയ പഠിപ്പിസ്റ്റല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ എല്ലാ കൊല്ലവും ബെസ്റ്റ് സ്റ്റുഡൻറ്റിന് ഒരു അവാർഡ് കിട്ടും ആനിവേഴ്സറിക്ക്. ചില പുസ്തകങ്ങളാണ്, ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും അത് കിട്ടുമ്പോൾ വലിയൊരു കാര്യമായിരുന്നു. അതൊക്കെ മേടിച്ച് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവനൊക്കെ ഇങ്ങനെ അസൂയോടുകൂടി നോക്കണതൊക്കെ. പക്ഷെ എന്നാലും സൗഹൃദം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടായിരുന്നു. 1980 ശേഷമാണ് അത് മാറുന്നത്. 80 ശേഷമാണ് മാധ്യമം വരുന്നത്. 80 ശേഷമാണ് വഹാബിസം കേരളത്തിലേക്ക് കടന്നു വരുന്നത്. 80 ശേഷമാണ് ഹലാൽ ഫുഡ് വരുന്നത്, ഹലാൽ ഭക്ഷണം വരുന്നത്, ഹലാൽ പത്രം വരുന്നത്, ഹലാൽ കെട്ടിടം വരുന്നത്. എല്ലാം 80 ശേഷമാണ്. അതിൻ്റെ ഭാഗമായിട്ട് വന്ന മാറ്റമാണ്. ഇപ്പോൾ ഒരു മുസ്ലിം എന്നെ കാണുമ്പോൾ ഇവൻ ബഹുദൈവ വിശ്വാസിയും ബിംബാരാധകനും, ഇവനെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലാം എന്ന് കരുതിയിട്ടാണ് അവനെ പഠിപ്പിച്ചു വിടുന്നത്. പിന്നെ എന്ത് ചെയ്യും? ആ കണ്ണിലൂടെയാണ് നോക്കുന്നത്.